ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛനെ നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന, അധ്യായം 8, 11 മുതലുള്ള തിരുവചനങ്ങൾ. ഫരീസേയർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി മാസം 16-ാം തീയതി, ഈ ഞായറാഴ്ച രാത്രിയിൽ നമ്മൾ ഈശോയുടെ ചുറ്റും ഈശോയുടെ സ്വരത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ഒരു തർക്കത്തെക്കുറിച്ചാണ്. നമ്മൾ തർക്കിക്കാറുണ്ട്. എന്ത് വിഷയത്തെ പ്രതിയാണ് തർക്കിക്കുന്നത്? രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുകയാണ്. തർക്കത്തിന്റെ പോയിന്റ് എന്തായിരിക്കും? എല്ലാ തർക്കത്തിലുമുള്ളൊരു പോയിന്റ് ഇതാണ്: നീ പറയുന്നത് തെറ്റാണ്, ഞാൻ പറയുന്നത് ശരി. ഇതാണ് തർക്കം, അല്ലേ? ഇപ്പൊ മറ്റേയാള് പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുത്താൽ പിന്നെ തർക്കം ഉണ്ടാവും. അപ്പോൾ ഈശോയുടെ അടുത്ത് നോക്കണം. ഈ ഫരീസയര്, അറിവുള്ളവര് ചെന്നിട്ട് തർക്കിക്കാൻ പോകുന്ന ആരുടെ അടുത്താണ്? ഈശോയുടെ അടുത്താണ് തർക്കിക്കാൻ പോകുന്നത്. നമ്മൾ ചോദിക്കാറ്, നീ എന്റെ അടുത്താണ് തർക്കിക്കാൻ വരുന്നതെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ വലിയ ആളായതുകൊണ്ട് നമ്മുടെ അടുത്ത് തർക്കിക്കാൻ വരരുത്, നീ എന്റെ അടുത്ത് തർക്കിക്കാൻ വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഫരീസയര് തർക്കിക്കാൻ ചെന്നത് ആരുടെ അടുത്താണ്? ഈശോയുടെ അടുത്ത് തർക്കിക്കാൻ ചെന്നപ്പോ ഈശോ അവരുടെ മുമ്പിലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ നിന്നു കൊടുക്കാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, എന്ത് പറഞ്ഞായിരിക്കും ഈ ഫരീസയര് ഈശോയോട് തർക്കിക്കാൻ ചെന്നത്? നീ പറഞ്ഞത് ശരിയല്ല, നീ ചെയ്യുന്നത് ശരിയല്ല, നീ ആ കാണിച്ചത് ശരിയായില്ല, ഈ കാണിച്ചത് ശരിയായില്ല, നീ ആള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഈശോയോട് തർക്കിക്കുമ്പോ ഈശോ ഒന്നും മിണ്ടുന്നില്ല. അപ്പോ ഇവര് പറയാണ്, അങ്ങനെയാണെങ്കിൽ നീ ദൈവപുത്രനാണെങ്കിൽ അടയാളം കാണിക്കും എന്ന് പറയാം. അപ്പോ നമ്മൾ തൊട്ടു മുമ്പ് കുറെ അടയാളങ്ങൾ, അപ്പം വർദ്ധിപ്പിച്ച അടയാളം അവിടെ ഉണ്ട്. അതിനു മുമ്പ് ഈശോ ഗനേസറത്തിൽ നടത്തിയ അടയാളങ്ങൾ അവിടെ ഉണ്ട്. ബദിരനെ സുഖപ്പെടുത്തിയ അടയാളം തൊട്ടു മുമ്പത്തെ അധ്യായത്തിലെ 7-ാം അധ്യായത്തിലേ ഉണ്ട്. അതായത് ഒരു ബദിരനും മൂകനുമായിട്ടുള്ളവൻ വന്നു. ഈശോ അവന്റെ ചെവിട്ടില് കൈയിട്ട് കാതു തുറന്നു, നാവില് തുപ്പല് കൊണ്ട് തൊട്ടു, ആ നാവ് തുറന്നു. അപ്പൊ ഇതൊക്കെ ബദിരൻ കേൾക്കുന്നു,
മൂകൻ സംസാരിക്കുന്നു. ഈ അടയാളങ്ങളൊക്കെ തൊട്ട് മുമ്പിൽ ഇരിക്കുമ്പോ ഫരിസേയര് പറയാണ്, നീ ദൈവപുത്രനാണ്, ഈ അടയാളം കാണിക്കണം. അപ്പൊ ഇവർക്ക് ഈ കിട്ടിയ അടയാളമൊന്നും പോരാ. അപ്പൊ ഈശോ പറയാണ്, എനിക്ക് എന്റെ കയ്യിൽ അടയാളം ഇല്ല. വിശ്വസിക്കാൻ തയ്യാറായിട്ടുള്ളവന് ഇഷ്ടം പോലെ അടയാളമുണ്ട്. വിശ്വസിക്കാൻ തയ്യാറാകാത്തവന് ഒരടയാളവും കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ പറയാറുണ്ട്, ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവനെ കൊച്ചുങ്ങള് കാലത്ത് എഴുന്നേക്കാതെ കിടക്കുകയാണെങ്കിൽ ടൈപ്പീസ് വെച്ച് കൊടുത്താൽ മതി, എഴുന്നേറ്റ്. പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കുലിച്ചു വിളിക്കാൻ. ഉറക്കം നടിക്കുന്നവന് നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റുകയില്ല. ഈ ഫരീസയര് ഉറക്കം നടിക്കുന്നവരായതുകൊണ്ട് ഈശോ അവരോട് ഒന്നും, അവരുടെ വിശ്വാസം എന്ന് നിങ്ങളും കൂടി ഒന്ന് വിശ്വാസം രക്ഷപ്പെടട്ടെ, വിശ്വാസം വരട്ടെ എന്ന് പറഞ്ഞൊരു അടയാളമൊന്നും കാണിക്കുന്നില്ല. ഈശോ പറയാണ്, നിങ്ങൾക്ക് ഒരടയാളവുമില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാൻ തയ്യാറുള്ളവന് ജീവിതത്തിൽ 10,000-കണക്കിന് അടയാളങ്ങളുണ്ട്. നന്ദി പറയാൻ നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നീ നിന്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ മതി, ഇഷ്ടം പോലെ ഉണ്ട്. നീ നന്ദി പറയാനല്ല, പിറുപിറുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും കാണില്ല. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുകൊണ്ട് ഈശോ ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ നമ്മളോട് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിന്റെ അടയാളങ്ങളുടെ കണക്കെടുക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിച്ചത്, കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി കടന്നു വന്നത്, മനുഷ്യന് അസാധ്യമായ രീതിയിൽ ദൈവം നിനക്ക് ചെയ്തു തന്നിട്ടുള്ള 1000-കണക്കിന് 10,000-കണക്കിന് കാര്യങ്ങളുടെ കണക്കെടുത്തിട്ട് ഇപ്പോഴുള്ള വിശ്വാസം കുറെ കൂടി തീക്ഷ്ണമായ വിശ്വാസമായിട്ട് മാറാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. നീ നിന്നെ തന്നെ, എനിക്കൊക്കെ അറിയാം, ഞാനാണ് ശരി എന്ന് പറഞ്ഞ് തർക്കിക്കാൻ പോയാൽ നിറഞ്ഞിരിക്കുന്ന പാത്രത്തിലേക്ക് വീണ്ടും ഒഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ, ഒരു ചാക്ക് നിറഞ്ഞിരിക്കാം, പിന്നെ ആ ചാക്കിലേക്ക് എന്തെങ്കിലും ഇട്ടാലേ അത് പുറത്തു പോകുള്ളൂ. അതുപോലെ നിറഞ്ഞിരിക്കുന്ന ചാക്ക് പോലെയാണ് ചെറിയ മനുഷ്യൻ. അവരൊക്കെ ഒന്നും ഉള്ളിലേക്ക് കയറുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒഴിവാക്കണം, ശൂന്യമാക്കണം, കുടഞ്ഞു കളയണം. ഈശോയെ നീ തരുന്നത് മതി എന്ന് പറഞ്ഞ് അവനോട് തർക്കിക്കല്ല, അവനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് മറുതലിച്ച സമയങ്ങളുണ്ട്. അതൊരു തർക്കം പോലെയാണ്. കർത്താവ് എനിക്കൊന്നും തരുന്നില്ല, കർത്താവ് എന്നെ കേൾക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് ഹൃദയം കഠിനമാക്കിയ മനുഷ്യർ, ആ കഠിന ഹൃദയം നീയൊന്ന് കുടഞ്ഞു കളയും. എന്നിട്ട് നിന്നെ തന്നെ നിന്റെ ചിന്താരീതികള്, നിന്റെ മനോഭാവങ്ങള്, നിന്റെ നെഗറ്റിവിറ്റീസ് എല്ലാം ഒന്ന് കുടഞ്ഞു കളയും. നിന്നെ തന്നെ ഒന്ന് എംറ്റി ആക്കുന്നു. നിന്റെ ഉള്ളിലുള്ള, നിന്റെ ഗ്ലാസ്സിലുള്ളത് അങ്ങോട്ട് ഒഴിച്ചു കളയി പുറത്തേക്ക്. എന്നിട്ട് ഒരു ഒഴിഞ്ഞ പാത്രം പോലെ നീ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുക. കർത്താവ് നിനക്ക് പുതിയ വീഞ്ഞ് നിന്റെ തോൽക്കുടത്തിലേക്ക് ഒഴിച്ചു തരും. നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത്, അപരാധങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ, 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 കർത്താവ് നമുക്ക്
നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ദിവ്യബലിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്, വചനം കേൾക്കാൻ കഴിഞ്ഞത്, മറ്റു ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ കഴിഞ്ഞത്, ഹല്ലേലൂയ, കുഞ്ഞുമക്കളെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിഞ്ഞത്, കാറ്റീസം പഠിപ്പിക്കാൻ കഴിഞ്ഞത്, ഹല്ലേലൂയ ഹല്ലേലൂയ, പലതരത്തിലുള്ള ശുശ്രൂഷകളിൽ, ദേവാലയത്തിലുള്ള ഇടവകളിലുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാൻ കഴിഞ്ഞത്, അങ്ങനെ പല കാര്യങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ കഴിഞ്ഞത്, ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ നടത്താൻ കഴിഞ്ഞത് ഒക്കെ ആയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, കുടുംബത്തിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങള്, സാമ്പത്തിക മേഖലകള്, കർത്താവിന്റെ അനുഗ്രഹ സമൃദ്ധി തന്നതിന് ലഭിച്ചതിനെ ഓർത്ത്, അല്ലല്ല, കർത്താവ് കണ്ണിന് കാഴ്ചയും കാതിന് കേൾവിയും കർത്താവ് തന്നതിനെ ഓർത്ത്, സംസാര ശക്തി തന്നതിനെ ഓർത്ത്, കരങ്ങൾക്ക് ചലനം, കാലുകൾക്ക് ചലനം കർത്താവ് തന്നതിനെ ഓർത്ത്, ഒത്തിരി പേരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത്, ആത്മീയമായ ഉണർവിന്റെ ഒരു ദിവസം മാറാൻ കർത്താവിടെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയട്ടെ. കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ ശക്തിയോടെ കരമടിച്ച് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നന്ദി പറഞ്ഞാൽ മതിയാകാത്ത അത്ര കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. എത്ര സ്തുതിച്ചാലും അത് അധികമാവുകയില്ല. അവിടെ നിന്ന് അതിനും വിലയാണെന്ന് വചനം പറയും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇസ്രായേൽ, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ എന്റെ വത്സല മകനാണ്. കരങ്ങൾ ഗോപികളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. 7 നിയോഗങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം എല്ലാവരും കൂടി ഒരുമിച്ച് വിളിക്കാം. ഈശോയേ 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 നമുക്ക് മുട്ടുകുത്തം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈ ഭൂമിയുടെ തെക്കും വിടക്കും കിഴക്കും പടിഞ്ഞാറുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ വലിയൊരു അനുഗ്രഹമാണ്. അതൊരു അഭിഷേകമാണ്. മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. നമ്മുടെ കുടുംബത്തിൽ തന്നെ രോഗികളായി കഴിയുന്നവരുണ്ട്, ആശുപത്രികളിൽ രോഗികളായി കഴിയുന്നവരുണ്ട്, നാളെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർ, അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, കിടപ്പ് രോഗികൾ, ICUയിലും വെന്റിലേറ്ററിലും ഒക്കെ ആയിരിക്കുന്നവർ, ഈ രാത്രിയിൽ ഭക്ഷണമില്ലാത്തവര്, പട്ടിണി കിടക്കുന്നവര്, യാത്ര ചെയ്യുന്നവര്, ഏകാന്തതയിലും നിരാശയിലും ദുഃഖത്തിലും കഴിയുന്നവര്, നമുക്കെല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, കണ്ണുനീരുകൾ, വേദനകൾ, ആരോടും പറയാൻ കഴിയാത്ത ദുഃഖങ്ങൾ, ആത്മഹത്യാ പ്രവണതകൾ, മാനസികാരോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നവര്, അനാഥമന്ദിരങ്ങളിൽ, വൃദ്ധമന്ദിരങ്ങളിലുള്ളവര്, എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് കർത്താവിന്റെ കരുണ യാചിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച ആശീർവാദം സ്വീകരിക്കാം.
പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുകയും വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. നാളെ പരീക്ഷകൾ എഴുതുന്ന മക്കൾക്ക് ഉന്നതമായ വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.